വിശപ്പടക്കാനാവാതെ അവർ ജീവനോടെ ഇരിക്കുന്നവരെ കൊല്ലാൻ നറുക്കെടുപ്പ് നടത്തുകയും നറുക്ക് വീണവരെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തു എന്നത് ലോകത്തെ തന്നെ ഞെട്ടിത്തെറിപ്പിച്ച ഒരു വാർത്തയായിരുന്നു. ശരീരത്തിൽ ഏൽക്കുന്ന ഓരോ ചാട്ടവാറടിയിലും അവൻ വല്ലാത്തൊരു ആനന്ദം കണ്ടെത്തി. 400ഓളം കുട്ടികളെ അയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു. ഒരുപാട് കുട്ടികളെ കൊലപ്പെടുത്തി അവരുടെ മാംസം ഭക്ഷിച്ചിരുന്നു. ചില ഒറ്റപ്പെട്ട സമൂഹങ്ങളിലോ വിചിത്ര വിശ്വാസങ്ങളിലോ ഇത് തുടരുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മനുഷ്യരെ കൊന്നു തിന്നുന്ന മനുഷ്യർ അഥവാ നരഭോജികൾ. നരഭോജികളെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി ആരുമുണ്ടാവില്ല. ചിലരെങ്കിലും കരുതിയിരിക്കുന്നത് നരഭോജികൾ എന്നത് പണ്ട് ഗുഹാമനുഷ്യർ ഉണ്ടായിരുന്ന കാലത്തുള്ള ഒരു കൂട്ടം ആളുകളാണ് എന്നും മനുഷ്യൻ സിവിലൈസ്ഡ് ആയതിനു ശേഷം നരഭോജികൾ ഇല്ലാതായി എന്നുമാണ്. അഥവാ നരഭോജികൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ആധുനിക സമൂഹത്തെക്കുറിച്ച് ഒട്ടും അറിയാത്തവരായിരിക്കും അവർ എന്നും നമ്മുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരിക്കും അവർ എന്നും കൊടും വനത്തിനുള്ളിൽ കഴിയുന്ന ഭീകരരൂപികളായിരിക്കും അവർ എന്നുമാണ് ചിലർ കരുതുന്നത്. എന്നാൽ നരഭോജികൾ കൊടും കാടിനുള്ളിൽ മാത്രമല്ല ഉള്ളത്, അവർ നമുക്കിടയിൽ തന്നെയുണ്ട്, ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. വെൽക്കം ടു രുദ്രനിസം. നരഭോജനത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന് റിച്വലിസ്റ്റിക് കാനിബലിസം അഥവാ ആചാരപരമായ നരഭോജനം. ചില പുരാതന സംസ്കാരങ്ങളിൽ മതപരമോ ആത്മീയമോ ആചാരപരമോ ആയ കാരണങ്ങളാൽ ഇത്തരം നരഭോജനം നടന്നിരുന്നു. ഉദാഹരണത്തിന് മരിച്ചവരുടെ ശക്തി ആഗിരണം ചെയ്യുക, ആത്മാവിനെ സ്വതന്ത്രമാക്കുക തുടങ്ങിയ അന്ധവിശ്വാസങ്ങളായിരുന്നു ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് റിച്വലിസ്റ്റിക് കാനിബലിസത്തെ തന്നെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. എൻഡോ കാനിബലിസം, എക്സോ കാനിബലിസം, മെഡിസിനൽ കാനിബലിസം. എൻഡോ കാനിബലിസം എന്നാൽ സ്വന്തം സമുദായത്തിലെ അല്ലെങ്കിൽ സ്വന്തം ഗോത്രത്തിലെ തന്നെ മരിച്ചവരെ ഭക്ഷിക്കുന്ന രീതിയാണ്. മരിച്ചവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനും അവരുടെ ശക്തി സ്വന്തമാക്കാനും ഒക്കെയാണ് ചില ഗോത്രങ്ങൾ ഈ നരഭോജനം പിന്തുടർന്നിരുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ പപ്പുവ ന്യൂഗിനിയയിലെ ഫോർ ഗോത്രം എൻഡോ കാനിബലിസം പിന്തുടർന്നിരുന്നു. മരിച്ച ബന്ധുക്കളുടെ ശരീരം മരണാനന്തരം ഭക്ഷിക്കുന്നത് അവരുടെ ആത്മാവിനെ സംരക്ഷിക്കാനും മരിച്ചവരുടെ ഗുണങ്ങൾ തലമുറകളിലേക്ക് കൈമാറാനുമുള്ള ഒരു മാർഗമായാണ് അവരിതിനെ കണ്ടിരുന്നത്. പ്രധാനമായും ഇത് പിന്തുടർന്നിരുന്നത് സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഒടുവിൽ ഈ നരഭോജനം പ്രിയോൺ ഡിസീസ് എന്ന രോഗത്തിനും കാരണമാവുകയുണ്ടായി. എക്സോ കാനിബലിസം. ശത്രുക്കളുടെ അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളിലെ അംഗങ്ങളുടെ ശരീരം ഭക്ഷിക്കുന്ന രീതിയാണ് എക്സോ കാനിബലിസം. അത് പ്രധാനമായും ശത്രുക്കളുടെ ശക്തി ആഗിരണം ചെയ്യാനും അവരെ അപമാനിക്കാനും ഒക്കെയുള്ള ശ്രമമായാണ് കരുതപ്പെടുന്നത്. അതിനൊരു ഉദാഹരണമാണ് അസ്ടെക് യുദ്ധബലികൾ. 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ മെസോ അമേരിക്കയിലെ അസ്ടെക് സംസ്കാരത്തിൽ മനുഷ്യബലി ഒരു പ്രധാന മതപരമായ ആചാരമായിരുന്നു. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ശത്രുക്കളെ ബലി നൽകുകയും അവരുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തിരുന്നതായി ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അടുത്തതായി മെഡിസിനൽ കാനിബലിസം. മെഡിസിനൽ കാനിബലിസം എന്നത് മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ, അസ്ഥികൾ, രക്തം അല്ലെങ്കിൽ മറ്റ് ശരീരവസ്തുക്കൾ ഔഷധമായി ഉപയോഗിക്കുന്ന പ്രവൃത്തിയാണ്. ഇത് പ്രധാനമായും രോഗശമനം, ആരോഗ്യം വർദ്ധിപ്പിക്കൽ അല്ലെങ്കിൽ ആത്മീയ ശക്തി നേടൽ എന്നീ ലക്ഷ്യങ്ങളോടെ വിവിധ സംസ്കാരങ്ങളിൽ ചരിത്രപരമായി നടന്നിട്ടുണ്ട്. മെഡിസിനൽ കാനിബലിസം മറ്റ് രൂപങ്ങളായ എൻഡോ കാനിബലിസം അല്ലെങ്കിൽ എക്സോ കാനിബലിസം എന്നിവയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. കാരണം ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം ഔഷധപരമാണ്, അതായത് മതപരമോ ആചാരപരമോ ആയ ഉദ്ദേശങ്ങളല്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിന് മുൻപ് മെഡിസിനൽ കാനിബലിസം വളരെയധികം വ്യാപകമായിരുന്നു. 15-18-ാം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ മെഡിസിനായി ഉപയോഗിക്കുന്നത് ഒരു സാധാരണ രീതിയായിരുന്നു. ഇത് കോർപ്സ് മെഡിസിൻ എന്നാണ് വിളിക്കപ്പെട്ടത്. രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി ശവശരീരങ്ങളിൽ നിന്നുള്ള രക്തം, അസ്ഥി, കൊഴുപ്പ്, തലച്ചോറ് അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളൊക്കെയും ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല പുരാതന ചൈനയിലും തെക്കേ ആഫ്രിക്കയിലും ദക്ഷിണ അമേരിക്കയിലും ഒക്കെ മനുഷ്യ ശരീരം മെഡിസിനായി കണ്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. റിച്വലിസ്റ്റിക് കാനിബലിസം ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ സംസ്കാരങ്ങളിൽ വ്യത്യസ്ത ഉദ്ദേശങ്ങളോടെ നിലനിന്നിരുന്നു. പ്രാചീന കാലത്ത് ആത്മീയവും മതപരവുമായ ലക്ഷ്യങ്ങൾക്കായിരുന്നുവെങ്കിൽ മധ്യകാലഘട്ടത്തിൽ യുദ്ധവുമായും ശക്തി ആഗിരണവുമായും ബന്ധപ്പെട്ടിരുന്നു.
എന്നാൽ ഈ ആധുനിക കാലത്ത് ഇത് അപൂർവമാണെങ്കിലും ചില ഒറ്റപ്പെട്ട സമൂഹങ്ങളിലോ വിചിത്ര വിശ്വാസങ്ങളിലോ ഇത് തുടരുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ റിച്വലിസ്റ്റിക് കാനിബലിസത്തെ കുറിച്ച് സംസാരിച്ചു. ഇനി നരഭോജനത്തിലെ രണ്ടാമത്തെ വിഭാഗമാണ് അതിജീവന നരഭോജനം അഥവാ സർവൈവൽ കാനിബലിസം. ഭക്ഷണം ലഭ്യമല്ലാത്ത അവസ്ഥകളിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി മനുഷ്യർ നരഭോജനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിനെയാണ് സർവൈവൽ കാനിബലിസം എന്ന് വിളിക്കുന്നത്. ചരിത്രത്തിൽ ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സർവൈവൽ നരഭോജന സംഭവമാണ് ഡോണർ പാർട്ടി. 1846-ൽ 87 കുടിയേറ്റക്കാർ കാലിഫോർണിയയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഈ കുടിയേറ്റക്കാരെയാണ് ഡോണർ പാർട്ടി എന്ന് വിളിച്ചിരുന്നത്. സിയറ നെവാഡ മലനിരകളിൽ വെച്ച് കനത്ത മഞ്ഞുവീഴ്ചയിൽ യാത്ര തുടരാനാവാതെ അവർ കുടുങ്ങിപ്പോയി. ഭക്ഷണം തീർന്നപ്പോൾ ആദ്യം കുതിരകൾ, കന്നുകാലികൾ തുടങ്ങിയ മൃഗങ്ങളെ ഭക്ഷിച്ചു. അതുകൊണ്ടൊന്നും പിടിച്ചു നിൽക്കാനാവാതെ പിന്നീടവർ മരിച്ചവരുടെ ശരീരങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി. ചിലർ മരണപ്പെട്ടവരുടെ ശരീരങ്ങൾ മാത്രമല്ല, ജീവനോടെ ഉള്ളവരെ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. അന്ന് 87 പേരിൽ 46 പേർ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. ഈ സംഭവം നിരവധി പുസ്തകങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും സിനിമകൾക്കും പ്രമേയമായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ആൻഡീസ് വിമാനാപകടം. 1972-ൽ ഉറുഗ്വേയിൽ നിന്ന് ചിലിയിലേക്ക് പറക്കുകയായിരുന്ന ഫ്ലൈറ്റ് 571 എന്നൊരു വിമാനം ആൻഡീസ് മലനിരകളിൽ തകർന്നു വീണു. വിമാനം തകർന്നപ്പോൾ യാത്രക്കാർ തണുത്തുറഞ്ഞ മലനിരകളിൽ ഒറ്റപ്പെട്ടു. ഭക്ഷണം വളരെ വേഗം തീർന്നു. രക്ഷാപ്രവർത്തനം വൈകുകയും ചെയ്തു. ആദ്യം അവർ ചെറിയ അളവിൽ ഭക്ഷണവും മലയിലെ സസ്യങ്ങളും ഉപയോഗിച്ചു. എന്നാൽ അത് പര്യാപ്തമല്ലാതായപ്പോൾ മരിച്ചവരുടെ ശരീരങ്ങൾ ഭക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ മരിച്ചവരുടെ ശരീരങ്ങൾ മുറിച്ച് ഉണക്കി ഭക്ഷണമായി ഉപയോഗിച്ചു. 45 യാത്രക്കാരിൽ 16 പേർ മാത്രമാണ് 72 ദിവസത്തെ ദുരിതത്തിന് ശേഷം അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത്. സർവൈവൽ കാനിബലിസത്തിന് ചരിത്രത്തിൽ ഇനിയുമുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ. ലെനിൻഗ്രാഡ് ഉപരോധമാണ് അതിൽ മറ്റൊന്ന്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസി ജർമ്മനി സോവിയറ്റ് യൂണിയനിലെ ലെനിൻഗ്രാഡിനെ, അതായത് ഇന്നത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗിനെ ഉപരോധിച്ചു. 1941 സെപ്റ്റംബർ 8 മുതൽ 1944 ജനുവരി 27 വരെ 872 ദിവസം നീണ്ടുനിന്ന ഒരു സൈനിക ഉപരോധമായിരുന്നു അത്. ഉപരോധം മൂലം ലെനിൻഗ്രാഡിൽ ഭക്ഷണ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ജനങ്ങൾക്ക് ദിവസേന 125 മുതൽ 300 ഗ്രാം വരെ ബ്രെഡ് മാത്രമാണ് ലഭിച്ചിരുന്നത്. അതാകട്ടെ വളരെ മോശം ഗുണനിലവാരമുള്ളതും. അന്ന് പട്ടിണി മൂലം ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചു വീണത്. ജീവൻ നിലനിർത്താൻ വേണ്ടി മരിച്ചവരുടെ ശരീരങ്ങൾ ഭക്ഷിക്കുന്നതിനോടൊപ്പം ചിലർ ശവശരീരങ്ങൾ മുറിച്ച് വിൽപ്പനയ്ക്ക് വച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ചില സന്ദർഭങ്ങളിൽ കൊലപാതകങ്ങൾ നടത്തി ശവശരീരത്തെ ഭക്ഷണമായി ഉപയോഗിച്ചതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സംഭവം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭയാനകത എത്രത്തോളം എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ 1820-ൽ എസ്സെക്സ് എന്ന ഒരു കപ്പൽ പസഫിക് സമുദ്രത്തിൽ വെച്ച് തിമിംഗലത്തിന്റെ ആക്രമണത്തിൽ തകരുകയുണ്ടായി. 21 ജീവനക്കാരാണ് അന്ന് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പൽ തകർന്ന ശേഷം ജീവനക്കാർ ചെറിയ ബോട്ടുകളിൽ സമുദ്രത്തിൽ അലഞ്ഞു. ഭക്ഷണം തീർന്നപ്പോൾ അവർ മരിച്ചവരുടെ ശവശരീരങ്ങൾ ഭക്ഷിക്കാൻ ആരംഭിച്ചു എന്നത് മാത്രമല്ല, വിശപ്പടക്കാനാവാതെ അവർ ജീവനോടെ ഇരിക്കുന്നവരെ കൊല്ലാൻ നറുക്കെടുപ്പ് നടത്തുകയും നറുക്ക് വീണവരെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തു എന്നത് ലോകത്തെ തന്നെ ഞെട്ടിത്തെറിപ്പിച്ച ഒരു വാർത്തയായിരുന്നു. 21 പേരിൽ 8 പേർ മാത്രമാണ് അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത്. ഈ സംഭവമാണ് ഹെർമൻ മെൽവിലിന്റെ മൊബിഡിക് എന്ന നോവലിന് പ്രചോദനമായത്. അപ്പോൾ നമ്മൾ റിച്വലിസ്റ്റിക് കാനിബലിസത്തെ കുറിച്ചും സർവൈവൽ കാനിബലിസത്തെ കുറിച്ചും പറഞ്ഞു. ഇനി മൂന്നാമത്തെ നരഭോജന വിഭാഗമാണ് സൈക്കോപാത്തിക് കാനിബലിസം അല്ലെങ്കിൽ ക്രിമിനൽ കാനിബലിസം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാനസിക രോഗം, ലൈംഗിക വൈകൃതങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള നരഭോജനമാണ് സൈക്കോപാത്തിക് കാനിബലിസം അല്ലെങ്കിൽ ക്രിമിനൽ കാനിബലിസം. സൈക്കോപാത്തി, സോഷ്യോപാത്തി, വൊറാരേഫീലിയ പോലുള്ള മനോരോഗപരമായ പ്രശ്നങ്ങളാണ് ഇതിന്റെ കാരണമായിട്ടുള്ളത്. ചരിത്രത്തിൽ വളരെ അടുത്ത കാലത്ത് പോലും ഇത്തരം നരഭോജനത്തിന് ഉദാഹരണമുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തെ തന്നെ നടുക്കിയ ചില സൈക്കോപാത്തിക് ക്രിമിനൽ കാനിബലിസ്റ്റുകളെ കുറിച്ചാണ്. വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ അവരെ പറ്റി വിശദമായി പറയുന്നതിൽ പരിമിതികളുണ്ട്. ആൽബർട്ട് ഫിഷ്. 20-ാം നൂറ്റാണ്ടിൽ അമേരിക്കയെ പിടിച്ചുലച്ച കൊലയാളിയാണ് ആൽബർട്ട് ഫിഷ്.
അയാൾ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് പിഞ്ചു കുഞ്ഞുങ്ങളെയായിരുന്നു. 400ഓളം കുട്ടികളെ അയാൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട്. എന്നാൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 3 കൊലപാതകങ്ങൾക്ക് മാത്രമായിരുന്നു. ആൽബർട്ടിന്റെ കുടുംബത്തിൽ പലരും മാനസിക രോഗത്തിന് അടിമകളായിരുന്നു. 5-ാം വയസ്സിൽ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ഏറ്റവും ഇളയ മകനായ ആൽബർട്ടിനെ അമ്മ അനാഥാലയത്തിലാക്കുന്നു. അവിടെ ആൽബർട്ടിന് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും ചാട്ടവാറടി പോലുള്ള കടുത്ത ശിക്ഷകൾ നടപ്പിലാക്കുന്ന ഒരു അനാഥാലയമായിരുന്നു അത്. ശാരീരിക പീഡനങ്ങൾ ഒരു ഘട്ടമായപ്പോഴേക്കും അവയെല്ലാം അവൻ ആസ്വദിക്കാൻ തുടങ്ങി. ശരീരത്തിൽ ഏൽക്കുന്ന ഓരോ ചാട്ടവാറടിയിലും അവൻ വല്ലാത്തൊരു ആനന്ദം കണ്ടെത്തി. പിന്നീട് സുഹൃത്തുക്കളോട് തന്നെ ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ ആവശ്യപ്പെടുകയും തൊലി പൊട്ടിപ്പോകുന്ന അടി കൊള്ളുമ്പോൾ വേദന കൊണ്ട് പുളയാതെ അവനതിൽ സന്തോഷിക്കാനും തുടങ്ങി. സ്വന്തം ശരീരത്തിൽ സൂചികൾ കുത്തിക്കയറ്റി അതിൽ സന്തോഷം കണ്ടെത്തുക എന്നതും ആൽബർട്ടിന്റെ മറ്റൊരു വിനോദമായിരുന്നു. 5 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള അനാഥാലയത്തിലെ 4 വർഷങ്ങളായിരുന്നു ആൽബർട്ട് ഫിഷ് എന്ന കൊടും കുറ്റവാളിക്ക് ജന്മം നൽകിയത്. 12 വയസ്സുള്ളപ്പോൾ ആൽബർട്ട് ഒരു പയ്യനുമായി അടുപ്പത്തിലാകുന്നു. അവൻ ആൽബർട്ടിനെ മലം ഭക്ഷിക്കുക, മൂത്രം കുടിക്കുക തുടങ്ങിയ വിചിത്രമായ വൈകൃത സ്വഭാവങ്ങൾ പഠിപ്പിച്ചു. പിന്നീട് വളർന്നു കഴിഞ്ഞ് ആൽബർട്ട് ഒരു ലൈംഗിക തൊഴിലാളിയായി മാറി. ഇതിനിടയിൽ കല്യാണം കഴിച്ച് അതിൽ 6 മക്കളും ഉണ്ടായി. അവരുടെ എല്ലാം മുന്നിൽ ആൽബർട്ട് ഫിഷ് ഒരു എക്സ്ട്രാ ഡീസൻ്റായ വ്യക്തിയായിരുന്നു. പിന്നീട് മറ്റു പല ജോലികളിലും പ്രവേശിച്ച അയാൾ ജോലി സംബന്ധമായി അമേരിക്കയിൽ ഉടനീളം സഞ്ചരിച്ചു. ഇതിനിടയിൽ അയാൾ ഇരകളെ തേടിപ്പിടിച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. 1917 മാനസിക വെല്ലുവിളി നേരിടുന്ന ഫ്രാൻസിസ് എന്ന ബാലനെ തട്ടിക്കൊണ്ടുപോകുന്നു. ആൽബർട്ട് ആ കുഞ്ഞിനെ ശാരീരികമായി ഉപദ്രവിച്ച ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. ഒരു കാൽ പൂർണ്ണമായും വെട്ടിയെടുക്കുന്നു. ശേഷം കയർ കൊണ്ട് ശരീരം മരത്തിൽ കെട്ടിത്തൂക്കുന്നു. ഫ്രാൻസിസിന്റെ ശവശരീരത്തിനോടൊപ്പം ഒരു കത്തും ആൽബർട്ട് ഉപേക്ഷിക്കുന്നുണ്ട്. താൻ വെട്ടിയെടുത്ത ഫ്രാൻസിസിന്റെ കാൽ പാകം ചെയ്ത് ഭക്ഷിച്ചു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. അതൊരു അടഞ്ഞ അധ്യായമായി മാറി. 1928 ജോലി വാഗ്ദാനം ചെയ്ത് 18 വയസ്സുകാരനായ എഡ്വേർഡ് ബഡുമായി പരിചയത്തിലാകുന്നു. കാഴ്ചയിൽ വളരെ മാന്യമായ പെരുമാറ്റവും കോടീശ്വരനാണെന്ന തരത്തിലുള്ള നാട്യവും കാഴ്ചവെച്ച് എഡ്വേർഡ് ബഡിന്റെ വീട്ടുകാരെ അടക്കം കയ്യിലെടുക്കുന്നു. തുടർന്ന് അവന്റെ സഹോദരിയായ ഗ്രേസി ബഡിനെ ഒരു പാർട്ടിക്ക് എന്ന വ്യാജേന വീട്ടുകാരുടെ സമ്മതത്തോടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അന്നായിരുന്നു ഗ്രേസിയെ അവസാനമായി അവളുടെ വീട്ടുകാർ പോലും കാണുന്നത്. പാർട്ടിക്ക് എന്ന വ്യാജേന ആൽബർട്ട് അവളെ അയാളുടെ ഫാം ഹൗസിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ശേഷം 9 ദിവസത്തോളം അവളെ ലൈംഗികമായി ഉപദ്രവിച്ചു. ഒടുവിൽ ഗ്രേസിനെ കൊലപ്പെടുത്തിയ ശേഷം അവളുടെ ശവശരീരം വെട്ടിനുറുക്കി പാകം ചെയ്ത് ഭക്ഷിക്കുന്നു. പിന്നെയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആൽബർട്ട് ഫിഷ് പിടിയിലാകുന്നത്. അതിനകം 400ഓളം കുട്ടികളെ അയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു. ഒരുപാട് കുട്ടികളെ കൊലപ്പെടുത്തി അവരുടെ മാംസം ഭക്ഷിച്ചിരുന്നു. നരഭോജനത്തിന്റെയും നെക്രോഫീലിയയുടെയും പേരിൽ കുപ്രസിദ്ധനായ അമേരിക്കൻ സീരിയൽ കില്ലറായിരുന്നു ജെഫ്രി ഡാമർ. 1978 1991 ഇടയിലായി ഡാമർ ചെയ്തു കൂട്ടിയത് 17 കൊലപാതകങ്ങളാണ്. അത്രയും കൊലപാതകങ്ങളാണ് കണ്ടെത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ അതിലേറെ പേർ ഡാമറിന്റെ ഇരകളായിട്ടുണ്ടാവാമെന്നും കരുതപ്പെടുന്നു. ഡാമറിന്റെ ഇരകളെല്ലാം തന്നെ ആൺകുട്ടികളും പുരുഷന്മാരുമായിരുന്നു. തൻ്റെ 18ാമത്തെ വയസ്സ് മുതലാണ് ഡാമർ കൊലപാതകങ്ങൾ നടത്താൻ ആരംഭിച്ചത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തെ ഭോഗിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ജെഫ്രി ഡാമറിന്റെ രീതി. ഇരകളുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന രീതിയും ഡാമറിനുണ്ടായിരുന്നു. ചില കേസുകളിൽ മുഴുവനായോ മറ്റു ചിലപ്പോൾ അസ്ഥികൂടം മാത്രമോ ഡാമർ സൂക്ഷിച്ചു പോന്നു. ഈ മനോവൈകൃതം ചെറുപ്പം മുതലേ ഡാമർ പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ്. കുട്ടിക്കാലത്ത് തന്നെ ഡാമർ മൃഗങ്ങളുടെ അസ്ഥികൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ അസ്വാരസ്യങ്ങൾ മാത്രം നിറഞ്ഞ ദാമ്പത്യമാണ് ഡാമറിന്റെ മാനസിക നിലയെ ഏറെ സ്വാധീനിച്ചിരുന്നതത്രേ. തുമ്പികളെയും നിശാശലഭങ്ങളെയും പിടികൂടി സൂക്ഷിക്കുന്ന പതിവും ഡാമർ തുടർന്നിരുന്നു. പിന്നീട് ചത്ത മൃഗങ്ങളെ കൊണ്ടുവന്ന് കീറി മുറിക്കാനും സൂക്ഷിക്കാനും തുടങ്ങി. 14ാം വയസ്സിൽ മദ്യപാനം ആരംഭിച്ച ഡാമർ ക്ലാസ് സമയങ്ങളിൽ പോലും മദ്യപിച്ചിരുന്നു. പ്രായപൂർത്തിയായ കാലത്ത് താനൊരു ഗേ ആണെന്ന് ഡാമർ തിരിച്ചറിഞ്ഞു. പുരുഷന്മാരോടാണ് തനിക്ക് പ്രണയവും കാമവും തോന്നുന്നതെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ തന്നെ ആകർഷിക്കുന്ന പുരുഷന്മാരെ കുറിച്ച് അവരുടെ ശരീരം
കീറി മുറിക്കുന്നതുൾപ്പെടെയുള്ള സങ്കല്പങ്ങൾ ഡാമറിന് ഉണ്ടായിരുന്നു. 16-ാമത്തെ വയസ്സിൽ സ്ഥിരമായി കാണുന്ന ഒരു യുവാവിനെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെ അയാളെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ആ ശ്രമം പരാജയപ്പെടുകയും ചെയ്തതായി ഡാമർ പിന്നീട് മൊഴി നൽകിയിരുന്നു. 1978-ലാണ് ഡാമർ ആദ്യ കൊലപാതകം ചെയ്യുന്നത്. 19-കാരനായ മാർക്ക് ഹിക്സിന്റെ വിടർന്ന മാറിടത്തിൽ ആകൃഷ്ടനായാണ് ഡാമർ അയാളുമായി ചങ്ങാത്തത്തിലാവുന്നത്. മദ്യപിക്കാൻ എന്ന വ്യാജേന ഹിക്സിനെ വീട്ടിലെത്തിച്ചു. പിന്നീട് അയാളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഹിക്സിന്റെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ നീക്കി അയാളുടെ മാറിടത്തിൽ തഴുകി ഡാമർ സ്വയംഭോഗം ചെയ്തു. അടുത്ത ദിവസം മൃതശരീരം കീറി മുറിച്ച് കുഴിച്ചു മൂടി. ദിവസങ്ങൾക്ക് ശേഷം കുഴിയിൽ നിന്ന് അസ്ഥികൾ പെറുക്കിയെടുത്തു. അഴുകിയ മാംസഭാഗങ്ങൾ ആസിഡിൽ ലയിപ്പിച്ച ക്ലോസറ്റിൽ ഒഴിച്ചു. അസ്ഥികൾ പൊടിച്ച് വീടിന് സമീപത്തെ കാട്ടിൽ വിതറി. ഗേ ബാറുകളിലും മറ്റും ചുറ്റിത്തിരിഞ്ഞ് തനിക്ക് പറ്റിയ പങ്കാളികളെ കണ്ടെത്തി താമസ സ്ഥലത്തെത്തിച്ച് മയക്കുമരുന്ന് നൽകി അവർ ഉറങ്ങാനായി കാത്തിരിക്കുകയായിരുന്നു ഡാമറിന്റെ പതിവ്. പണം നൽകാമെന്ന വാഗ്ദാനത്തിലാണ് പലപ്പോഴും ഡാമർ ഇരകളെ പ്രലോഭിപ്പിച്ചിരുന്നത്. പിന്നീട് മൃതദേഹം മോഷ്ടിച്ചു കൊണ്ടുവന്ന് ലൈംഗികത നടത്താൻ ആരംഭിച്ചു. ഡാമറിന്റെ ലൈംഗിക വൈകൃതങ്ങൾ പലപ്പോഴും പരാതികളായി തീർന്നു. അങ്ങനെ 1991-ലാണ് ഡാമർ എന്ന സീരിയൽ കില്ലർ പിടിയിലാകുന്നത്. തുടർന്നാണ് ഇയാൾ നടത്തിയ കൊലപാതകങ്ങൾ പുറത്തറിയുന്നത്. ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് മുറിച്ചെടുത്ത കൈകൾ, അസ്ഥികൂടങ്ങൾ, ലിംഗങ്ങൾ, തലയോട്ടികൾ, ശരീരഭാഗങ്ങൾ, ആസിഡിൽ അലിയിക്കാൻ ഉപയോഗിച്ച ഡ്രമ്മുകൾ, ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന മനുഷ്യ ഹൃദയങ്ങൾ, കൈകളുടെ പേശികൾ, കൈകാലുകൾ വെട്ടിമാറ്റിയ ഉടൽ, വിവിധ അവയവങ്ങൾ എന്നിവ പോലീസ് കണ്ടെത്തി. മിക്ക കൊലപാതകങ്ങൾക്ക് ശേഷവും മൃതദേഹവുമായി ലൈംഗിക ബന്ധം നടത്തിയതായും ഹൃദയമടക്കമുള്ള ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചിരുന്നതായും ഡാമർ കുറ്റസമ്മതം നടത്തി. 17 കൊലപാതകങ്ങൾക്കായി 16 ജീവപര്യന്തങ്ങളാണ് ഡാമറിന് ശിക്ഷയായി വിധിച്ചത്. 16 ജീവപര്യന്തങ്ങൾ എന്നാൽ 947 കൊല്ലം. പിടിയിലായി 3 വർഷത്തിനു ശേഷം 1994-ൽ സഹ തടവുകാരന്റെ അടിയേറ്റായിരുന്നു ആ കൊടും കുറ്റവാളിയുടെ മരണം. ഇതുപോലെ കാനിബലിസ്റ്റുകളായ ക്രിമിനലുകളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്തിന് ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് പോകണം? 2001-ലാണ് ജർമ്മനിയിലെ റോട്ടൻബർഗ് കാനിബൽ എന്നറിയപ്പെടുന്ന ആർമിൻ മെയ്വസ് ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി ഭക്ഷിച്ച് കുപ്രസിദ്ധനായത്. പക്ഷേ ആർമിൻ മെയ്വസിന്റെ കാര്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരയുടെ തുറന്ന സമ്മതത്തോടെയായിരുന്നു ഓരോ അവയവം വെട്ടിയെടുത്തുള്ള കൊലപാതകവും പിന്നീടുള്ള നരഭോജനവും. ലോകത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ കാനിബലിസം അഥവാ നരഭോജനം പണ്ടേതോ നൂറ്റാണ്ടിൽ മാത്രം ഉണ്ടായിരുന്ന ഒന്നല്ല. മനുഷ്യരുള്ള കാലം മുതൽക്കേ നരഭോജനമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.